ടെലിവിഷൻ. പ്രേക്ഷകർക്ക് നന്ദകുമാർ സാറുമായി ഫോണിലൂടെ സംസാരിക്കാം, പരസ്പരത്തിലൂടെ. ഹലോ. ഹലോ, നമസ്കാരം, സാന്ത്വനത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഷീബ, കൊല്ലത്തുനിന്ന്. ഓക്കെ, നന്ദകുമാർ സാറിനോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, എന്താ പേര് പറഞ്ഞേ? ഷീബ. ഷീബ. ഷീബ എവിടുന്നാ? ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കാം. എന്താണ് ഷീബ? എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കാനാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. പല ജോലികളും ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒരെന്തോന്നും ആയിട്ടില്ല. 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഭയങ്കര എന്തോന്നിലാണ്. ഗൾഫിലൊക്കെ 2-3 പ്രാവശ്യം പോയിട്ടും നല്ല ജോലിയൊക്കെ ആയിരുന്നു, പിടിച്ചു നിന്നില്ല. പോരുന്നു. ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ, 2 ആഴ്ചയായി. ഒരു ഓട്ടോ ഒക്കെ എടുത്ത് എവിടെ പോയിട്ട്? ഗൾഫിൽ 2-3 പ്രാവശ്യം പോയായിരുന്നു. അവിടെ പോയപ്പോ ജോലി ഒന്നും നല്ലതായില്ല. അപ്പൊ ഇനി കേറി പോരുന്നു. ആദ്യം ഒരു സുഹൃത്ത് കൊണ്ടുപോയി. അപ്പം അത് ശമ്പളമൊന്നും ഇല്ല, അങ്ങനെ കേറി പോരുന്നു. പിന്നെ രണ്ടാമതും പോയി. ഭർത്താവിന്റെ കാര്യമാണോ പറഞ്ഞ ഷീബ? ആ, ഭർത്താവിന്റെ കാര്യം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ദിൽഷാദ്. ദിൽഷാദ്. ശരി. അപ്പൊ ഇത് പിന്നെ എന്ത് സിസ്റ്റം ഓഫ് വർഷിപ്പ് ആണ് നോക്കുന്നത് ഷീബ? എന്തെങ്കിലും ഹിന്ദു ആണോ? പുരോഗതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അല്ലെ, ഹിന്ദു വർഷിപ്പ് ആണോ ക്രിസ്ത്യൻ ആണോ എന്താണ്? ഞാൻ മുസ്ലിമാണ്. മുസ്ലിമാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ ഷീബ, എന്നാ ജനിച്ചെന്ന്? ദിൽഷാദ് 72. 1972 നവംബർ 23. നവംബർ 27, സോറി. 27 23 ഷീബ. 27. ഭർത്താവിന്റെ എത്രയാ? ഭർത്താവിന്റെ പറഞ്ഞത്. ഓ, അത് ശരി. നിങ്ങളുടെ അല്ല പറഞ്ഞേ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. 81. ജനിച്ചല്ലോ അല്ലേ? ജനിച്ചു എന്ന് ഓർമ്മയുണ്ടല്ലോ. അതറിയാം. ശരി. അപ്പൊ ഇപ്പോഴത്തെ ചോദ്യം പറ, ഒരൊറ്റ ചോദ്യമായിട്ട് ചോദിക്കാം. ചോദ്യം, ഞങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി ജീവിതത്തിൽ ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അത് ശരി. 19, 41, 42. കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 ഫെബ്രുവരി 7 ശേഷം. കേൾക്കുന്നുണ്ടോ ഷീബ? 2014 ഫെബ്രുവരി 7 ശേഷം കാര്യമായ പുരോഗതി ഉണ്ടാകും. ഈ ഫെബ്രുവരി, അതായത് ഈ 2013 ഫെബ്രുവരി മുതൽ ചേഞ്ചസ് തുടങ്ങും. അപ്പോൾ 2013 ഫെബ്രുവരി 19 മുതൽ ചേഞ്ച് തുടങ്ങും. തുടങ്ങിയിട്ടൊരു 5 മാസത്തിനുള്ളിൽ ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി ശ്രമിച്ചാൽ കിട്ടും. മനസ്സിലായില്ലേ? കേൾക്കുന്നുണ്ടോ? അപ്പൊ അതില് പ്രത്യേകിച്ച് പ്രയാസപ്പെടാനൊന്നുമില്ല. കുട്ടികളുണ്ടോ? 2 പേരുണ്ട്, പെൺകുട്ടികളാണ്. അപ്പോൾ 2 പെൺകുട്ടികളും ഭാഗ്യമുള്ള കുട്ടികൾ തന്നെയാണ്, കുഴപ്പമില്ല. ജനിക്കുമ്പോൾ കാല് വളഞ്ഞിരിക്കും എന്ന് പറയും കുട്ടികളുടെ. അങ്ങനെ വല്ലതും തോന്നിയോ? ജനിച്ചപ്പോൾ കാല് വളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ അല്പം താമസം പോലെ തോന്നുക, പിന്നെ നന്നായി സംസാരിക്കുക, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ ഈ കാലിന് എന്തോ ചെറിയ വളവ് പോലെ തോന്നുമെന്ന് പറയും, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ കേട്ടോ. ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വരിക ഇടയ്ക്കിടയ്ക്ക്, ചെറിയ ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാവുക ആദ്യത്തെ 4 വയസ്സ് വരെ, അങ്ങനെയൊക്കെ പറയുന്നു. അതെ, ശ്വാസം മുട്ടലുണ്ടാവുക അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരു ജനറൽ കണ്ടീഷനാണ് പറഞ്ഞത്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ 2013 ഫെബ്രുവരി 18 മുതൽ, അല്ലെങ്കിൽ 19 തൊട്ട് ചേഞ്ചസ് ഉണ്ടാവും. 2014 ഫെബ്രുവരി 7 മുമ്പ് ചേഞ്ചസ് പൂർത്തിയാകും. ഹി വിൽ ഗെറ്റ് അനദർ അപ്പോയിൻമെന്റ് വിച്ച് ഈസ് ലൈക്ലി ടു ബി ഗുഡ് ഫോർ ഹിം. പക്ഷേ ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാൾ ചാടി നടക്കും. അത് നടക്കാൻ പാടില്ല കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ച്. കാലിൽ വിരലുണ്ടോ? എന്താണ്? അതിന് കുഴപ്പമില്ല, കാലിലൊക്കെ വന്നോട്ടെ. ഇവിടെ തലയ്ക്ക് അസുഖമുള്ളവർ വലിയ ജോലി നോക്കുന്നു. പിന്നെ കാലിൽ പ്രശ്നമുള്ളവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, അല്ലേ? തലയ്ക്ക് സ്വസ്ഥതയില്ലാത്ത പല ആൾക്കാരെയും വലിയ സ്ഥാനങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ കാലിൽ ചെറിയ പ്രശ്നം എന്നുള്ളത് പ്രശ്നമേ ആക്കണ്ട കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിളിച്ചതിന് നന്ദി. സാന്ത്വനത്തിലേക്ക് സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. നമസ്കാരം, സാന്ത്വനത്തിലേക്ക് സ്വാഗതം. ഞാൻ ആലുവെന്ന് വിളിക്കണ്ടേ. ആലുവെന്ന് പേര് പറഞ്ഞില്ലല്ലോ. പേര് സജിത. സംസാരിച്ചോളൂ സാറിനോട്. ഹലോ സജിത, എന്തുണ്ട് വിശേഷം? എന്റെ അനിയത്തിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് അറിയാനായിരുന്നേ. അനിയത്തി എന്ത് ചെയ്യണു? അനിയത്തി ഇപ്പൊ ടീച്ചറാണ്. എവിടെയാണ് ടീച്ചറായിട്ട്? ആലുവയിലാണ്. ആലുവയിൽ തന്നെ. അത് ശരി, പറയൂ.
അപ്പൊ ഇപ്പൊ 2386 ഡേറ്റ് ഓഫ് ബർത്ത്. അതെ 2386. ആ അപ്പൊ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആ അത് ശരി. അപ്പോൾ അതിനെന്താണെന്നറിയാമോ പ്രശ്നം? ഹലോ, അല്പം ഒരു ലേറ്റ് മാരേജ് ആണ്. ഇപ്പൊ 26 വയസ്സായില്ലേ? 26 ഇപ്പൊ പുണർദ നക്ഷത്രം. അപ്പൊ 26 ഇതിന് ചെറിയൊരു കൊച്ചു ബുദ്ധിമുട്ടുണ്ട് വിവാഹത്തിന്. 29 ആകുമ്പോഴേക്കുമാണ് എൻ്റെ ഒരു സമയം. അതായത് 2013 മാർച്ച് ഏപ്രിൽ മുതലാണ് എൻ്റെ ഒരു വിവാഹ സമയം തുടങ്ങുക കേട്ടോ. 2013. അതെ, ഈ വരുന്ന വർഷം. ഞാനിപ്പോ നമ്മൾ സംസാരിക്കുന്നത് 2013 നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഈ വർഷം ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹത്തിന്റെ സമയം തുടങ്ങും. 2014 ഏപ്രിലിനുള്ളിൽ വിവാഹം നടക്കും. ഒരു വർഷത്തിനുള്ളിൽ കട്ടായമായിട്ടും വിവാഹം നടക്കും കേട്ടോ. വഴിപാട് നിങ്ങൾ എന്താണ്, ഹിന്ദു ആണോ എന്താണ്? അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, ഒരു മന്ത്രം പറഞ്ഞുതരാം, അത് ജപിക്കാൻ പറയാ. ഒരു കൊച്ചു മന്ത്രമാണ്, പറഞ്ഞു കൊടുക്കരുത് ആരുടെ കേട്ടോ. വേറെ ആരുടെ പറഞ്ഞു കൊടുക്കരുത് ഈ മന്ത്രം. ഓം ഇന്ദ്രാണ്യൈ നമഃ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാ മതി. ഓം ഇന്ദ്രാണ്യൈ. ഇന്ദ്രാണി എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ ഇന്ദ്രാണി? ആരാണ്? ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ഭാര്യയാണ് ഇന്ദ്രാണി കേട്ടോ. അപ്പൊ ഓം ഇന്ദ്രാണ്യൈ നമഃ എന്ന നിരന്തരമായിട്ട് ദിവസം ഒരു 108 തവണ രാവിലെയും 108 തവണ വൈകുന്നേരവും ചൊല്ലാൻ പറയുക. ഓം ഇന്ദ്രാണ്യൈ നമഃ, ഓം ഇന്ദ്രാണ്യൈ നമഃ എന്ന് ചൊല്ലുക. രാവിലെ 108, വൈകുന്നേരം 108. രാവിലെ ഒരു 5:15 6:45 ഇടയ്ക്ക്, വൈകുന്നേരം ഒരു 6 മണിക്ക് 9 മണിക്ക് ഇടയ്ക്ക് ചൊല്ലുക. അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലണമെന്നില്ല, അല്ലാത്ത സമയത്ത് ചൊല്ലുക. പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം, ഗണപതിയുടെ അമ്പലം ഉണ്ടോ അടുത്തെങ്ങാനും? ഗണപതിയുടെ അമ്പലം അതായത് നിങ്ങളുടെ വീട്ടിനടുത്ത് ഗണപതിയുടെ അമ്പലവും സുബ്രഹ്മണ്യന്റെ അമ്പലവും ശാസ്താവിന്റെ അമ്പലവും ഉണ്ടാവണം എന്നാണ്. ഉണ്ടോ? പ്രതിഷ്ഠയുള്ള അമ്പലമല്ലേ, മെയിൻ പ്രതിഷ്ഠയല്ല. ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചെയ്യേണ്ടത് സ്വയംവര മന്ത്രം ചൊല്ലി അടുപ്പിച്ച് ഒരാഴ്ച ഗണപതി ഹോമം കൂടി ചെയ്യിപ്പിക്കുക. സ്വയംവര മന്ത്രം ചൊല്ലിയിട്ട് കേട്ടോ. സ്വയംവര മന്ത്രം ചൊല്ലിയിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ഗണപതി ഹോമം ചെയ്യിപ്പിക്കുക. അപ്പൊ ഗണപതി ഹോമം ചെയ്യിപ്പിക്കാൻ ചുവന്ന ചെത്തിപ്പൂവില്ലേ, ചുവന്ന ചെത്തിപ്പൂ, അതിന്റെ നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി അത് വേണം ഹോമിക്കാൻ കേട്ടോ. ശരി, അപ്പോ കല്യാണം നടക്കുമ്പോൾ വിളിച്ചു പറയാം. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി സാന്ത്വനത്തിലേക്ക്. സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം, സാന്ത്വനത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തൃപ്പയാർ ഭാഗത്തുനിന്ന് രതിയാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ സാറിനോട്. ആരാണ് വിളിക്കുന്നത്? രതി. രതി. ഓ, RITHY. ശരി. ഞാൻ എന്റെ മകള് ഇപ്പൊ +1 സയൻസ് എടുത്ത് പഠിക്കുന്നുണ്ട്. ഇനി ഏത് മേഖലയ്ക്ക്, അതിന്റെ കൂടെ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സിനും പോകുന്നുണ്ട്. രതിക്ക് എന്തെങ്കിലും ആസ്മാറ്റിക് പ്രോബ്ലം വല്ലതും ഉണ്ടോ, അലർജിയോ? ഇല്ല. അപ്പം മോളുടെ പഠിപ്പും വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചോളൂ. മകള് എന്നാ ജനിച്ചേ? 17/10/1996. എന്തിനാ പഠിക്കുന്നപ്പോ? +1 സയൻസ്. അപ്പൊ അവൾക്ക് ടെക്നോളജിയാണ് പറഞ്ഞേക്കുന്നത്. ടെക്നോളജി കേട്ടോ. നെറ്റ്വർക്ക് ഒരു കോഴ്സ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ട്. ടെക്നോളജി, അതേപോലെ കമ്പ്യൂട്ടേഴ്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അക്കൗണ്ടൻസി, അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വിവാഹം 25 വയസ്സ്. 23-നും 25-നും ഇടയ്ക്ക് വിവാഹം നടക്കും കേട്ടോ. 23 ആകുമ്പോഴേക്കും ജോലിയും കിട്ടും. സ്ഥിര ജോലി 27 വയസ്സാവും കേട്ടോ. 25 വയസ്സാകുമ്പോഴേക്കും ഒരു സന്തതി ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് കേട്ടോ. 25. അതെ, by 25 she will have a child കേട്ടോ. Between 25 and 27 she will have a permanent job എന്നൊക്കെയാണ് പറഞ്ഞേക്കണം കേട്ടോ. ദൂരെ ആയിരിക്കും കല്യാണം കഴിച്ച് പോവുക. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി.